നമ്മൾ ഇന്ന് നോക്കാൻ പോണത് തെർമൽ എഞ്ചിനീയറിംഗിൻ്റെ ചെറിയൊരു ടോപ്പിക്കായ നോസിൽ. എന്താണ് നോസിൽ? നോസിലിൻ്റെ ഉപയോഗം. ദ ഫങ്ഷൻ ഓഫ് ദ നോസിൽ ഈസ് ടു ഡിക്രീസ് ദ പ്രഷർ ആൻഡ് ഇൻക്രീസ് ദ വെലോസിറ്റി. അതായത് പ്രഷർ കുറച്ചിട്ട് വെലോസിറ്റി കൂട്ടുക. ഇതാണ് നോസിലിൻ്റെ ഫങ്ഷൻ. ഇപ്പോൾ ഇതൊരു നോസിലിൻ്റെ ബേസിക് ഡയഗ്രം ആയിട്ട് എടുത്താൽ അതിൻ്റെ ഇൻലെറ്റിലെ വെലോസിറ്റി V1 പ്രഷർ P1 ഔട്ട്ലെറ്റിലെ വെലോസിറ്റി V2 പ്രഷർ P2 കൊടുത്ത്. അപ്പം ഇതിൻ്റെ അകത്ത് നോക്കിയേ, ഇപ്പം ഇതിൻ്റെ അകത്തൂടെ സ്റ്റീം കടന്നു പോകാൻ നേരത്ത് ആ സ്റ്റീമിന് ലോ വെലോസിറ്റി ഹൈ പ്രഷർ ആയിരിക്കും. പക്ഷെ അത് ഔട്ട്ലെറ്റിൽ എത്താൻ നേരത്ത് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആവുകയും പ്രഷർ ഡിക്രീസ് ആവുകയും ചെയ്യും. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നോസിലിൻ്റെ ഉപയോഗം, അതായത് ഫങ്ഷൻ. ഇനി നമുക്ക് നോസിൽ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പ് ഓഫ് നോസിൽ: കൺവേർജൻ നോസിൽ, ഡൈവേർജൻ നോസിൽ, ഡൈവേർജൻ നോസിൽ. ഇപ്പം നമുക്ക് ആദ്യം കൺവേർജൻ നോസിൽ നോക്കാം. അപ്പം 3 ടൈപ്പ് ഓഫ് നോസിലുണ്ട്. അത് കൺവേർജൻ നോസിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ആയിട്ട് വരുന്നതാണ് കൺവേർജൻ നോസിൽ. അതായത് ഇൻലെറ്റിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവും ഔട്ട്ലെറ്റിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലും. ഡൈവേർജൻ നോസിൽ അടുത്ത ടൈപ്പാണ് ഡൈവേർജൻ നോസിൽ എന്തുവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇത് കണക്ക് പടം വെച്ചാലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇത് കണക്ക് ഡിക്രീസ് ആയിട്ട് വരും. അതായത് ഇൻലെറ്റിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വലുതും ഔട്ട്ലെറ്റിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ചെറുതും. ഇനി അടുത്ത് കൺവേർജൻ ഡൈവേർജൻ നോസിൽ എന്ന് പറയുമ്പോൾ ആദ്യം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിക്രീസ് ആയിട്ട് വരും. പിന്നെ ഏരിയ ടിൽ ത്രോട്ട് വരെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിക്രീസ് ആയിട്ട് വരും. ത്രോട്ട് കഴിഞ്ഞ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വീണ്ടും ഇൻക്രീസ്. പിന്നെ അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അസംഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി നമ്മളൊരു ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഡെറിവേഷനിലും പ്രോബ്ലത്തിലൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു 3 അസംഷൻ ഉണ്ട്. അപ്പം നമ്മൾ അതാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത് നോ ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് ഒരു ഹീറ്റും ഈ പറയുന്ന നോസിലിൻ്റെ വെളിയിലോട്ടോ അകത്തോട്ടോ ട്രാൻസ്ഫർ ആവാൻ പാടില്ല. അതായത് Q = 0. അടുത്തത് നോ എക്സ്റ്റേണൽ വർക്ക്. നമ്മൾ ഒരു വർക്കും എക്സ്റ്റേണലായിട്ട് ചെയ്യുന്നില്ല. അതായത് W എന്ന് പറയുന്നത് 0 എക്സ്റ്റേണൽ വർക്കാണ്. ഈ W0 എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ വർക്കാണ് 0. അതേ കണക്ക് തന്നെ അടുത്തൊരു അസംഷനാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അതായത് പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കണം. അതേ കണക്ക് തന്നെ ലാസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് നോസിൽ എന്ന് പറയുന്നത് സ്റ്റഡി ആയിരിക്കണം. നോസിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഒരു 1 2 3 4 അസംഷൻസ്. അപ്പോൾ ഇനി അടുത്ത് നോക്കാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഡെറിവേഷൻ. വെലോസിറ്റി ഓഫ് സ്റ്റീമിൻ്റെ വെലോസിറ്റി നമുക്കറിയാം. ഇതൊരു നോസിലായിട്ട് എടുത്താൽ നമുക്ക് ഇത് ഇൻലെറ്റ്, ഇത് ഔട്ട്ലെറ്റ്. അപ്പോൾ ഇൻലെറ്റിലെ വെലോസിറ്റിനെ C1 എന്നും ഇവിടുത്തെ പ്രഷറിനെ P1 എന്നും അതേ കണക്ക് തന്നെ ഔട്ട്ലെറ്റിലെ വെലോസിറ്റിനെ C2 എന്നും ഇവിടുത്തെ പ്രഷറിനെ P2 എന്നും. നമുക്ക് ഈ വെലോസിറ്റി ഓഫ് സ്റ്റീം എന്ന് പറയുന്നൊരു ഡെറിവേഷനിലൂടെ കണ്ടുപിടിക്കാനുള്ള C2 എന്ന് പറയുന്നൊരു വെലോസിറ്റിയാണ്. അതായത് ഔട്ട്ലെറ്റ് വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടുള്ളത് ഇതിൻ്റെ ടേംസ് എല്ലാം എഴുതണം. അതായത് C1 എന്ന് പറയുന്നത് ഇൻലെറ്റ് വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. അതേ കണക്ക് C2 എന്ന് പറയുന്നത് ഇൻലെറ്റ് വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോഴത്തേക്ക് എൻതാൽപ്പി അറ്റ് ഇൻലെറ്റ് 1 ആയതുകൊണ്ട് ഇൻലെറ്റ് ഇൻ കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ് എടുത്തേക്കുന്നത്. ഇനി അടുത്തത് H2 എന്ന് പറയുന്നത് എൻതാൽപ്പി അറ്റ് ഔട്ട്ലെറ്റ്. ഇതും കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പം ഒട്ടുമിക്ക പാരാമീറ്റേഴ്സ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഡെറിവേഷൻ ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് മാസ് ഫ്ലോ റേറ്റ് ആയിരിക്കും. അത് നമുക്കിനി ഡെറിവേഷനിൽ ഇനി വരാൻ നേരത്ത് പറയാം. എന്നാൽ ആദ്യം തന്നെ നമുക്ക് ഒരു സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ
ഇപ്പോൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ അകത്ത് നമുക്കറിയാം പണ്ട് പഠിച്ച ഇക്വേഷൻ, അതായത് H1 പ്ലസ് ഹാഫ് എം C1 സ്ക്വയർ ഈസ് ഈക്വൽ ടു H2 പ്ലസ് ഹാഫ് എം C2 സ്ക്വയർ പ്ലസ് ലോസസ്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് എടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും യൂണിറ്റ് മാസ് ഫ്ലോ ആയിരിക്കും, യൂണിറ്റ് മാസ് ഫ്ലോ റേറ്റ് ആയിരിക്കും. അതായത് എം എന്ന് പറയുന്നത് 1 ആവും. അതേ കണക്ക് തന്നെ നെഗ്ലക്റ്റിംഗ് ലോസസ്, നമ്മൾ എല്ലാ ലോസസും നെഗ്ലക്റ്റ് ചെയ്യുന്നത്. അന്നേരം ഉള്ളൊരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ H1 പ്ലസ് ഹാഫ് എം പോയി, അന്നേരം C1 സ്ക്വയർ ഈസ് ഈക്വൽ ടു H2 പ്ലസ് ഹാഫ് C2 സ്ക്വയർ. ലോസസ് നെഗ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേണ്ടുള്ളത് C2 ആണ്. അപ്പോൾ C2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ C1നെ C2നെ ഒരു വശത്തോട്ടും H1നെ H2നെ ഒരു വശത്തോട്ടും കൊണ്ടുവരുന്നു. അന്നേരം ഞാൻ H1 മൈനസ് H2 ഇസിക്കൽ ടു ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ C2 സ്ക്വയർ ബൈ 2 മൈനസ് ഞാൻ ഈ ഒരു C1 സ്ക്വയർ ബൈ 2നെ ഞാൻ ഇപ്പുറം കൊണ്ടുവന്നു. ഇനി ഒരു കാര്യമുണ്ട്. ഇനി നമുക്ക് H1 തന്നേക്കുന്നത് കിലോ, H1ൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാമും, പക്ഷെ നമുക്ക് C1 എന്ന് പറയുമ്പോൾ വെലോസിറ്റി, അന്നേരം മീറ്റർ പെർ സെക്കൻഡ്. നമ്മളിത് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും യൂണിറ്റ് മാസ് എന്നാണ്. യൂണിറ്റ് മാസ്, അതായത് ബൈ മാസ്, എല്ലാ ക്വാണ്ടിറ്റിയിലൂടെയും ബൈ മാസ് വരണം. ബൈ മാസ് എന്ന് പറയുമ്പം ഒരു സ്റ്റാൻഡേർഡ് ആകുമ്പോഴത്തേക്ക് ബൈ കിലോഗ്രാം എന്ന് വരും. അന്നേരം നമ്മൾ എൻതാൽപ്പിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ കിലോ ജൂൾ പെർ കിലോഗ്രാം, അത് കുഴപ്പമില്ല, അടിയിൽ കിലോഗ്രാം കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ C1 വെലോസിറ്റി എടുക്കരുത്, മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് പെർ യൂണിറ്റ് മാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കിലോഗ്രാമും കൂടെ ചേർക്കണം. കിലോഗ്രാം ചേർക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന വെലോസിറ്റിയുടെ അടിയിൽ കിലോഗ്രാമിൻ്റെ 1000 കൂടെ എനിക്ക് ചേർക്കേണ്ടി വരും. അപ്പം നമ്മളെ ഒറിജിനൽ ഇക്വേഷൻ H1 മൈനസ് H2 ഇസിക്വൽ ടു C2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1000, അപ്പം 2000 മൈനസ് C1 സ്ക്വയർ ബൈ 2000. ഇനി എനിക്ക് C2 സ്ക്വയർ കണ്ടുപിടിക്കണം. അന്നേരം ഇത് ഇപ്പം ഡിനോമിനേറ്റർ 2 സെയിം ആയത് കൊണ്ട് ഇത് രണ്ടും ഇപ്പുറം ഞാൻ കൊണ്ടുവരുവാണ്. അന്നേരം 2000 ഇൻറ്റു H1 മൈനസ് H2 ഈസ് ഈക്വൽ ടു C2 സ്ക്വയർ മൈനസ് C1 സ്ക്വയർ. അപ്പം C2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ മൈനസ് C1 സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറം പോയത് പ്ലസ് C1 സ്ക്വയർ ആവും. അന്നേരം C1 സ്ക്വയറെ പ്ലസ് 2000 ഇൻറ്റു H1 മൈനസ് H2. ഇനി ഞാൻ ഈ C2 ഈസ് ഈക്വൽ ടു റൂട്ടിനകത്ത് വരും C1 സ്ക്വയറെ പ്ലസ് 2000 ഇൻറ്റു H1 മൈനസ് H2. അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഞാൻ C1നെ നെഗ്ലക്റ്റ് ചെയ്യാൻ പോവാം. C1നെ നെഗ്ലക്റ്റ് ചെയ്യുന്ന കാരണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു നോസിൽ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു നോസിൽ എടുക്കാൻ നേരത്തും അതിൻ്റെ ഔട്ട്ലെറ്റുള്ള വെലോസിറ്റി ആയിരിക്കും വെരി ഹൈ ആയിരിക്കും ഔട്ട്ലെറ്റുള്ള വെലോസിറ്റി ആസ് കമ്പയർഡ് ടു ദി ഇൻലെറ്റിലുള്ള വെലോസിറ്റി. അപ്പം ഇൻലെറ്റിലുള്ള വെലോസിറ്റി അത്രയും കുറവായതുകൊണ്ട് തന്നെ നമുക്കതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ അതുകൊണ്ട് C1നെ ഞാനിപ്പം നെഗ്ലക്റ്റ് ചെയ്യുക. C1നെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ C2 ഇസിക്വൽ ടു റൂട്ട് ഓഫ് 2000 ഇൻറ്റു H1 മൈനസ് H2. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ, അതായത് വെലോസിറ്റി ഓഫ് ദി സ്റ്റീം, ഇല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ദി സ്റ്റീം അറ്റ് ദി ഔട്ട്ലെറ്റ് ഓഫ് ദി നോസിൽ. അതാണ് C2 ഇസിക്വൽ ടു റൂട്ട് ഓഫ് 2000 ഇൻറ്റു H1 മൈനസ് H2.